Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 10th പ്രിലിംസിന്റേതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് 20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ, 20 എന്ന് പറയുമ്പോൾ ഏകദേശം 400ഓളം ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അത്യാവശ്യം ഒരു 30 ക്വസ്റ്റ്യൻസോളം മാക്സിമം ഞാൻ 10th പ്രിലിംസിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മാത്സിൽ ഒരു 10-18 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ 5/25 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് വരുന്നത്. നോക്കാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒന്നുകിൽ നമുക്കെന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ഈ നമ്പേഴ്സിനെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയുവാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്, അതായത് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ്. ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ അടുത്ത സംഖ്യ x+1 ആയിരിക്കും. 1 കൂട്ടിയാൽ മതി. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+2 ആയിരിക്കും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+3 ആയിരിക്കും. അഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് x+4 ആണ്. അതേ നോക്കിക്കേ, 1 ആണെങ്കിൽ 1നോട് 1 കൂട്ടി 2 കിട്ടി. 2 അല്ലെ, 1നോട് 2 കൂട്ടുമ്പോൾ നമുക്കിവിടെ 3 കിട്ടും. 1നോട് നമ്മൾ 3 കൂട്ടുമ്പോൾ നമുക്ക് 4 കിട്ടും. 1നോട് നമ്മൾ 4 കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടും. ആ ഒരു പ്രോസസ്സ്. ഇതിന്റെ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 300 കിട്ടി. നോക്കാം നമുക്ക്. 5 എക്സുകളാണല്ലോ ഉള്ളത്. 5 എക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5x ആണ്. പ്ലസ് 1 + 2 3, 3 3 6, 6 4 10 അല്ലെ. നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 10 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 300 എന്ന് കിട്ടും. അതായത് 5x എന്ന് പറയുന്നത് 300 പ്ലസ് 10. പോസിറ്റീവായ സംഖ്യ നമ്മൾ ഇപ്പുറം വരുമ്പോൾ എന്തായിട്ട് മാറും? അത് നെഗറ്റീവായിട്ട് മാറും അല്ലെ. പ്ലസ് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകും. അതായത് 5x എന്ന് പറയുന്നത് 290 ആകും. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 290 / 5 ആണ്. എത്ര വരും ആൻസർ? ഇവിടെ 5 തവണ. ഓക്കെ, 5 25, ബാക്കി 4 വരും അല്ലെ. 40. 40ൽ എത്ര തവണയാണ് 5 വരുന്നത്? 8 തവണ. സോ 58 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് 58 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 59 വരും. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 60 ആയിരിക്കും. നെക്സ്റ്റ് 61, അടുത്ത നമ്പർ 62. ഇതാണ് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ വലുതേത്? ഏതാണ് വലുത്? 62. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറൊരു രീതിയിലും കൂടി ചെയ്ത് കാണിക്കാം. 5 എണ്ണൽ സംഖ്യകളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 5 എന്ന് പറയുമ്പോൾ നമുക്ക് നടുക്കുള്ള നമ്പറിനെ x ആക്കി എടുക്കാം. ഓക്കെ, തൊട്ടടുത്ത നമ്പർ x+1, തൊട്ട് അത് കഴിഞ്ഞുള്ള നമ്പർ x+2. എക്സിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്തായിരിക്കും? എക്സിൽ നിന്ന് 1 കുറക്കുന്നതല്ലേ അല്ലെ. ഞാനിപ്പോ ഈ നമ്പറിനെ 4 ഞാൻ നടുക്കത്തെ ടേമാക്കി എടുത്തിരിക്കുന്നത്. 4നോട് 1 കൂട്ടി 5 അല്ലെ. 4ൽ നിന്ന് 1 കുറക്കുന്നതല്ലേ തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 4നോട് 1 കൂട്ടി. സോ ഞാനിവിടെ എന്താ ചെയ്തത്? എക്സിനോട് 1 കുറച്ചു. അടുത്ത എന്ത് ചെയ്യണം? എക്സിനോട് 2 കുറക്കുമ്പോഴാണ് നമുക്ക് തൊട്ട് മുമ്പുള്ള നമ്പർ കിട്ടുന്നത്. ഇവിടെ 2 അല്ലെ. 2 എന്ന് പറയുമ്പോൾ എന്താണ്? 4നോട് 2 കുറക്കുന്നതാണ്. ഇനി നോക്കിക്കേ, ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. x-2 പ്ലസ് x-1 പ്ലസ് x+1 പ്ലസ് x+2. ഇവിടെ +2ഉം -2ഉം ക്യാൻസൽ ആയി പോയി. +1ഉം -1ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഇവിടെ ബാക്കി എന്താണ് വരുന്നത്? 5x = 300 എന്ന് കിട്ടി. x = ഇവിടെ എത്രയാണ്? 300 / 5, 60 എന്ന് കിട്ടി. ഉണ്ടോ? നമുക്ക് കിട്ടിയത് ഈ സംഖ്യയാണ് 60 എന്ന് കിട്ടിയത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ ഏതാണ്? ഇതാണ് നമുക്ക് കിട്ടിയ 60. ഇതാണ് 60. സോ അടുത്ത ഏതാണ്? 61. ഇവിടെ 62. ഇവിടെ നമുക്ക് എത്രയാണ്? 59. ഇവിടെ 58. സോ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 62 ആണ്. അപ്പൊ നമ്മൾ സമാന്തര ശ്രേണിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് വലിയ വലിയ നമ്പേഴ്സ് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ കുറെ നമുക്ക് കട്ടായി പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത്. ഓക്കെ, തുക 1 വരാത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും തുക നമുക്ക് കണ്ടുപിടിക്കാം. 1/2 പ്ലസ് 1/2 എത്രയാണ്? ഡിനോമിനേറ്റർ ഛേദം തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കൂട്ടാം. 2/2 എന്ന് കിട്ടും. അതായത് 1 ആണ്.
ഇവിടെ നമുക്ക് നോക്കാം 2a/3 പ്ലസ് 1a/3 എന്താണ് ചെയ്യേണ്ടത്? അംശങ്ങൾ തമ്മിൽ കൂട്ടുക, 3 ഡിവൈഡ് ബൈ ഛേദം അങ്ങനെ തന്നെ എടുത്തെഴുതുക. 3a/3 എന്ന് പറയുന്നതും 1 നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ എത്രയാണ് വരേണ്ടത്? 5a/11 പ്ലസ് 4a/11 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9a/11 കിട്ടും. ഇത് ഒന്നാണോ? അല്ല. നെക്സ്റ്റ് ഇതും കൂടി നമുക്ക് നോക്കിയേക്കാം. 7a+8 അല്ലെ? 7ഉം 8ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15a/15. അതെന്താണ്? 1 അപ്പൊ 1 വരാത്തതാണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 1/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടാങ്കിൽ എത്രയുണ്ടെന്ന് നമുക്ക് ശരിക്കും അറിയാവോ? ഇല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 36 ലിറ്റർ ആണ് ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടം വരെ നിറച്ചു കഴിഞ്ഞാൽ അത് 36 ലിറ്റർ ആകും. അതിൽ എത്രയായി? 1/4 ഭാഗം നിറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? 36ന്റെ 1/4 ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം. 36 × 3/4 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 36ന്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? 36ന്റെ അര ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? 36ന്റെ പകുതി എന്ന് പറയുന്നത് 18 ആണ്. അതിന്റെ പകുതി എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 18 + 9 ചെയ്യണം, 27 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടി കട്ടായി പോകും. 9/4 36, 9 × 3 27. ഓക്കെ, അതായത് എന്താണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ 1/4 ഭാഗമായി. അത് എത്രയാണ്? 27 ആയി. ആദ്യം ടാങ്കിൽ എത്ര ഉണ്ടെന്നോ ചെയ്തോ? കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എത്ര ഒഴിച്ചു? 20 ലിറ്റർ ആണ് ഞാൻ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 7 ലിറ്റർ വെള്ളം ഉണ്ടായാലല്ലേ ഞാൻ 20 ലിറ്റർ കൂടി ഒഴിക്കുമ്പോൾ ആ 1/4 എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പോഴാണല്ലോ 20 ആകുന്നത്. സോ ആദ്യം ടാങ്കിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 7 ലിറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ പവറിനെ നമുക്ക് രണ്ടിന്റെ അങ്ങനെ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റണം. പവർ എപ്പോഴും ഇരട്ടസംഖ്യ ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ ഇരട്ടസംഖ്യ പവർ വരുന്ന ഒരു ഒറ്റ നമ്പറേ ഉള്ളൂ, 5⁴ മാത്രമാണ്. ഓക്കെ, 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപ. 1 കിലോഗ്രാം ഓറഞ്ചിന്, ഇത് ആപ്പിളാണ്, ഓറഞ്ചിന് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 60 രൂപ. എങ്കിൽ 3 കിലോഗ്രാം ആപ്പിൾ എന്ന് പറയുമ്പോൾ 3 × 180 ആണ് ആപ്പിളിന്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? 4 കിലോഗ്രാം ഓറഞ്ച് എന്ന് പറയുമ്പോൾ 4 × 60 ആണ് ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. 180 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 540 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ? 180നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 540 വരും. പ്ലസ് 6 4 24, 240 വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? 540ഉം 240ഉം കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയാണ്? 780 രൂപ. 780 രൂപയാണ് അയാൾക്ക് ആകെ ചെലവായത്. 3 കിലോഗ്രാം ആപ്പിളിന്റെ വില 540, 4 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 240. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിയാം അല്ലെ? നമ്മളൊരു കടയിൽ പോയി അല്ലെ ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് പറ്റും. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ/സെക്കൻഡ് എന്നുള്ളതിനെ km/h ആക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കണം. മീറ്റർ/സെക്കൻഡ് എന്നിനെ എന്താണ്? km/h ആക്കാൻ മീറ്റർ എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയെ കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 18/5 ഉണ്ട്, 5/18 ഉണ്ടെന്ന് അറിയാം. ഏത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. സോ മീറ്റർ എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയെ കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ വലിയ 18 മുകളിൽ എഴുതി ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? 20 × 18/5 എന്ന് കിട്ടും. കട്ടായി പോകും. 20ഉം 5ഉം കൂടി കട്ടാവുമ്പോൾ 4 തവണ. 4 × 18 എത്രയാണ്? 72.
72 കിലോമീറ്റർ പെർ അവർ ആണ് അതെന്ത് ചെയ്യുന്നത്, ആ കാറ് സഞ്ചരിക്കുന്നത്. ഓക്കെ, 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ എത്രയാണ്, 72 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 36 കിലോമീറ്റർ, 36 എന്ന് പറയുന്ന 72ന്റെ പകുതിയാണല്ലോ. അപ്പൊ എത്രയായിരിക്കും വേണ്ടത്, അരമണിക്കൂർ മതി. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് 30 മിനിറ്റ്. സോ 30 മിനിറ്റ് ആണ് ആ കാറിന് സഞ്ചരിക്കാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാ? ഓക്കെ, നമുക്ക് നോക്കാം. ഈ പറയുന്ന ഭിന്നസംഖ്യകളെ നമുക്കറിയാം 1.25. ഈ 2 0 മാറ്റം, 2 പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ് ആണുള്ളത്. ഈ 2 ഡിജിറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 100 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 125/100 എന്ന് കിട്ടും. പോയിന്റ് കഴിഞ്ഞ് ഇപ്പൊ 12.5 എന്നാണെങ്കിലോ മുകളിലും താഴെയും എന്ത് ചെയ്യണം, 10 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 125/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12.5 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം. 125 100 25 കൊണ്ട് കട്ട് ചെയ്യാം. മുകളിൽ എത്ര തവണ 25, 5 × 25 125 ആണ്. 10 എത്ര തവണയാണ്, 100ൽ എത്ര തവണയാണ് 25, 4 തവണ. സോ ആൻസർ എന്ന് പറയുന്നത് 5/4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അയാൾ സാധനം വിറ്റപ്പോൾ അയാൾക്ക് വന്നത് എന്താണ്, നഷ്ടമാണ്. നമുക്ക് 2-3 തരത്തിൽ ചെയ്യാം. ഇവിടെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 10% നഷ്ടം എന്ന് പറയുമ്പോൾ അയാൾ വിറ്റ എമൗണ്ട് 90 ആണ് അല്ലെ. 90% ഈ പറയുന്ന 2070 എന്ന് പറയുന്നത്. 5% ലാഭം എന്ന് പറഞ്ഞാൽ 100 ആ പ്രൊഡക്റ്റിന്റെ വില എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. 5% ലാഭമെങ്കിൽ അത് എത്രയാണ്, 105. 105% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്, ക്രോസ് ചെയ്യുക, 2 എണ്ണമുള്ളതിനെ മുകളിൽ എഴുതുക, 1 എണ്ണമുള്ളതിനെ താഴെ എഴുതുക. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 0 കൂടി കട്ടായി പോകും. ഇവിടെ എങ്ങനെയാണ്, 9 20 എത്ര തവണ, അതെ ഇങ്ങനെ അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ നമുക്ക് എത്ര തവണ 9 കൊണ്ട് ഹരിക്കുക, 2 18 അല്ലെ. ഇവിടെ നമുക്ക് 10ൽ നിന്ന് 8 കുറക്കുമ്പോൾ 2 കിട്ടും. ഇവിടെ 27 കിട്ടും. 9/3 27. ഇവിടെ എന്താണ്, 207നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 203 എന്നാണ്. ആൻസർ എങ്ങനെ വരും, 203 × 105 എന്ന് കിട്ടും. ഓക്കെ, 203 × 105 എന്ന് പറയുന്നത് 2415 രൂപയാണ്. അതായത് 5% ലാഭം കിട്ടണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കായിരുന്നു വിൽക്കേണ്ടത്, 2415 രൂപയ്ക്ക്. ഇനി ഗുണിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറയണ്ട, ചെയ്ത് കാണിച്ചു തരാം. ഇൻറ്റു എത്രയാണ്, സോറി 203 അല്ല കേട്ടോ, 23 ആണ്. 23 ആണേ. എന്ത് വരും, 23 × 105. ഓക്കെ, ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, 5 × 3 15. ഇവിടെ എന്താണ്, 1 ശിഷ്ടം 0 ആയതുകൊണ്ട് ആ ശിഷ്ടം നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. 1 3 3, ഈ 5 10, 0 ശിഷ്ടം 1, 1 2 2. ആൻസർ എങ്ങനെയാണ് വരേണ്ടത്, 5 1 4 2 2415 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് വിസ്തീർണമുള്ള ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര? വിസ്തീർണം തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്, 196 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 196 ഏരിയ 196 ആകുമ്പോൾ സമചതുരത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ ആണ് a², വശം ഇൻറ്റു വശം, അത് 196 ആണ്. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് √196. 196 റൂട്ട് എന്ന് പറയുന്നത് 14 ആണ്. 14 × 14 ആണ് എന്ത് വരുന്നത്, 196 വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് സുഖമായിട്ട് കട്ട് ചെയ്യാം. അറ്റത്ത് വരുന്ന 2 അല്ലേ, 2ന്റെ സ്ക്വയർ 4 ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 196 ആണ്. ഇവിടെ നോക്കിക്കേ 18 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. സോ ലാസ്റ്റ് വരേണ്ടത് 4 ആണ്. ഒന്നെങ്കിൽ 16 ആയിരിക്കും, അല്ലെങ്കിൽ 14 ആയിരിക്കും. അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ്. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണെന്ന് അറിയാം. അപ്പൊ എന്താണ് ഇവിടെ അതിലും ചെറിയ നമ്പർ അല്ലേ, സോ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും, 14 ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം.
5, 7, 14 എന്ന 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുത്തമ സാധാരണ ഗുണിതം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. 3നും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറുത്. 5, 7, 14 LCM കണ്ടുപിടിക്കണം. ഇവിടെ എത്രയാണ്? നമുക്ക് 2 കൊണ്ട് 7 കൊണ്ട് ചെയ്യാം അല്ലെ, അതല്ലേ ഏറ്റവും എളുപ്പം. 5 അങ്ങനെ തന്നെ വരും. 1, 2 ഒന്നിലും കോമൺ ആയിട്ടില്ല. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്? 7 × 5 × 1 × 2 എന്ന് വരും. 7, 5 35, 35 × 2 എന്ന് പറയുന്നത് 70. അപ്പൊ LCM എത്രയാണ്? ഓപ്ഷൻ ബി 70 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? വയസ്സിന്റെ കണക്കാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ആരൊക്കെയുണ്ട്? സാബു ഉണ്ട്, ഷീലയുണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ആരുടെ ആയിട്ടാണോ അയാളുടെ വേണം നമ്മൾ എക്സ് ആക്കി കൊടുക്കാൻ. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ്. കണ്ട, രാമുവിനേക്കാൾ, ജോയിയേക്കാൾ എന്ന് പറയുമ്പോൾ അവർക്കാണ് നമ്മൾ എക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഷീലയ്ക്ക് നമുക്ക് എക്സ് ആക്കി കൊടുക്കാം. ഷീലയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ ഇപ്പോൾ നിലവിലാണ് ഞാൻ പറയുന്നത്. നിലവിൽ കണ്ടീഷൻ എന്താ പറയുന്നത്? സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്ന? 5 വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് എന്തായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് എത്രയാണോ അതിൽ നിന്ന് 5 കുറച്ചാൽ മതിയല്ലോ. ഇനി സാബുവിന്റെ വയസ്സെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സാബുവിന്റെ വയസ്സും x + 12 ഇതാണ് ഇപ്പോഴത്തെ വയസ്സ്. അതിൽ നിന്ന് 5 കുറച്ചാൽ മതി. അതായത് എന്ത് വരും? x + 7 ഇതാണ് സാബുവിന്റെ വയസ്സ്, ഇതാണ് ഷീലയുടെ വയസ്സ്. അത് തമ്മിലാണ് നമുക്ക് അല്ലെ ഒരു ബന്ധം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത്, ഈ സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? x + 7 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3x - 15 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ എന്ത് വരും? ഇവിടെ എന്താണ്? 7 ഉണ്ട് അല്ലേ? 7 + 15. ഇവിടെ എന്തുണ്ട്? ഒരു 3x ഉണ്ട്, പ്ലസ് എക്സ് ഇപ്പുറം വരുമ്പോൾ -x ആകും. 7ഉം 15ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 22 എന്ന് പറയുന്നത് എത്രയാണ്? 2x എന്ന് കിട്ടും. സോ 2x 22 ആണെങ്കിൽ x എന്ന് പറയുന്നത് 22 / 2 11 ആണ്. അപ്പൊ x എത്രയാണ്? 11 കിട്ടി. ഷീലയുടെ വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ ഷീലയുടെ വയസ്സ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹേറ്റ് എന്നതിന്റെ കോഡ് എന്താണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലവിന്റെ എന്താണ് അവിടെ തന്നിരിക്കുന്നത് നോക്കണം. ഇവിടെ N, ഇവിടെ Q, ഇവിടെ X, ഇവിടെ G. നോക്കിക്കേ, ഇവിടെ L നമുക്കറിയാം എങ്ങനെയാണ്? LMNOPQRST ഇങ്ങനെയല്ലേ നമുക്ക് പോകുന്നത്. L കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്പറാണ് N എന്ന് പറയുന്നത് അല്ലെ. +2 ചെയ്തേക്കുന്നു. O കഴിഞ്ഞ് നോക്കിക്കേ, PQ +2 ആണ് ചെയ്തിരിക്കുന്നത്. V കഴിഞ്ഞിട്ട് STUVWXYZ. V കഴിഞ്ഞിട്ട് എന്താണ്? +2 ആണ് അല്ലെ. എക്സിലേക്ക് പോകുന്നത് EFG. E കഴിഞ്ഞിട്ട് എന്താണ്? +2 ആണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലായിടത്തും +2 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഹേറ്റിന്റെ കണ്ടുപിടിക്കണ്ടേ? H കഴിഞ്ഞിട്ട് എന്താണ്? I ഇല്ല, നെക്സ്റ്റ് അടുത്ത നമ്പർ J വേണം. A കഴിഞ്ഞിട്ട് B ഇല്ല, നെക്സ്റ്റ് അടുത്ത നമ്പർ T വേണം. അടുത്തത് T കഴിഞ്ഞിട്ട് എന്താണ്? U ഇല്ല, നെക്സ്റ്റ് അടുത്ത നമ്പർ V വേണം. ഓക്കെ, E ഇല്ല, എന്താണ് വേണ്ടത്? തൊട്ടടുത്ത നമ്പർ F ഇല്ല, അടുത്ത എന്താണ്? G എടുക്കണം. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. GCVG എന്ന് വരും. GCVG ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1 - 1/2 × 1/2 + 1/2. സെയിം നമ്മുടെ ബോർഡ് മാസ് അല്ലേ. നമ്മൾ കുറേ തവണ പറഞ്ഞതാണ് ബോർഡ് മാസ്. ഇവിടെ എന്താദ്യം ചെയ്യണം? ഡിവിഷൻ ഒന്നുമില്ല. സോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 - 1 / 4 എന്ന് വരും അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. +1/2. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് തമ്മിൽ ചെയ്ത് നോക്കാം.
ഇവിടെ നമുക്ക് 1 അവിടെ നിൽക്കട്ടെ. 1 മൈനസ് ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം ആദ്യമേ. സോ ആൻസർ ഇവിടെ എന്ത് വരും? 1/4 പ്ലസ് 2/4 എന്ന് വരും. അതായത് 1 മൈനസ് 1/4 ഇവിടെ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നമുക്ക് ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്. ഈ 1/4 മുന്നിലുള്ള മൈനസിനെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇതാണ് നമുക്ക് ശരിക്കും ചെയ്യേണ്ടത്. 1 മൈനസ് 4 പ്ലസ് 2/4 സോറി മൈനസ് 1/4 പ്ലസ് 2/4 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കിക്കേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ എന്ത് വരും? 2ൽ നിന്ന് 1 കുറക്കുമ്പോൾ 1. സോ ഇവിടുത്തെ ആൻസർ പ്ലസ് ആണ്. 1 പ്ലസ് 1/4 എന്ന് കിട്ടും. ഓക്കെ, അതായത് 1 പ്ലസ് കാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ BYZ X DW ABCD. നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? ഇ ആണ് വരേണ്ടത്. ZXYZ WXYZ. അപ്പൊ തൊട്ട് മുമ്പ് എന്താ വരേണ്ടത്? UVWXYZ എന്നല്ലേ? അപ്പൊ ഇവിടെ എന്ത് വേണം? വി വേണം. ആ ഓർഡറിലല്ലേ പോയിരിക്കുന്നത്. ഇവിടെ +1 ചെയ്തു പോയി. ഇവിടെ എന്താണ്? -1 ആണ് പോയിരിക്കുന്നത്. സോ EV ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കാൻ. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. ഇത് നമുക്ക് ചിലർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ ഒരു ലോജിക്കാണ് ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് താരതമ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അവയെ എന്ത് ചെയ്യണം? അല്ലെ, നമുക്ക് സംഭവങ്ങൾ നമുക്ക് വേണ്ടേ? അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിരീക്ഷണം. ആദ്യം വേണ്ട നമ്മൾ ഈ സംഭവത്തെ നന്നായിട്ട് നിരീക്ഷിക്കണം. 3 ആദ്യം വേണ്ടത്. ഇതാണ് ആദ്യം വേണ്ടത്, നിരീക്ഷിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവയെ താരതമ്യം ചെയ്യാൻ പറ്റും. താരതമ്യം ചെയ്താലാണ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലായി താരതമ്യം ചെയ്തപ്പോൾ ഇന്ന പ്രോപ്പർട്ടീസ് ഇന്നതിനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവയെ വർഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യണം? നമുക്കൊരു അപഗ്രഥനം, അവരെ വിലയിരുത്തേണ്ടി വരും അല്ലെ. ഇതാണ് നമ്മുടെ 4ാമത്തത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അവസാനം നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ആദ്യം വേണ്ടത് 3, രണ്ടാമത് വേണ്ടത് 1. 3, 1 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകൾ ഒറ്റയാൻ ആര്? 63, 9, 63. ഇനി ഏതാണ് വരേണ്ട സംഖ്യ എന്ന് പറയുന്നത്? 67 ഉണ്ട്. 67 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറാണ്. 71 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 73 എന്ന് പറയുന്നതും ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? 67. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സംയുക്ത സംഖ്യയാണ്, കോ പ്രൈം നമ്പറാണ്, ഒരു ഘടകം അല്ലെ, പ്രൈം അല്ലാത്തൊരു സംഖ്യയാണ്. അത്രയും ഓർത്താൽ മതി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്കറിയാം 50 ആണെന്ന്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ 16ാമതാണ്. മുന്നിൽ നിന്ന് രാഹുലിന്റെ എണ്ണം 16 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്ന് രാഹുൽ എത്രയായിരിക്കും? അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമ്മൾ സാധാരണ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ നമുക്കറിയാം. ഇവിടെ എത്രയാണ്? ലെഫ്റ്റിൽ നിന്ന് നമുക്കറിയില്ല, റൈറ്റിൽ നിന്ന് നമുക്ക് 16 ആണെന്ന് മനസ്സിലായി. -1. അതായത് ഇവിടെ എത്ര വരും? 50. ഇവിടെ മൈനസ് L പ്ലസ് ഇവിടെ 15 എന്ന് വരും. 50 മൈനസ് 15 35 ആണ് എന്താ? രാഹുലിന്റെ സ്ഥാനം. എവിടെ നിന്ന്? പുറകിൽ നിന്ന് രാഹുലിനെ എണ്ണുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 കുട്ടികൾ ഇങ്ങനെ നിൽക്കുവാണ്. രാഹുൽ പുറകിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ രാഹുൽ എത്രാമത്തെ സ്ഥാനത്താണ് അപ്പൊ നിൽക്കുന്നത്? 35ാമത് സ്ഥാനമാണ്. ഫാത്തിമ പുറകിൽ നിന്ന് എണ്ണുമ്പോൾ 38ാമതാണ്. രണ്ടുപേരെയും നമ്മൾ പുറകിൽ നിന്നാക്കി എണ്ണണം. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ 1 അല്ലെ, ഇവിടെ 2, ഇവിടെ 3, ഇങ്ങനെ എണ്ണി. ഇവിടെ 34 വന്നു, ഇവിടെ 35 വന്നു, ഇവിടെ 36, ഇവിടെ 37 വന്നു, ഇവിടെ 38 വന്നു. പുറകിൽ നിന്ന് എണ്ണിയപ്പോ ഫാത്തിമ എവിടെയാണ്? 38ാമത്തെ പൊസിഷനിലാണ്. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ എത്ര പേരുണ്ട്? 36 ഉണ്ട്, 37 ഉണ്ട്. സോ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ എ 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. തെക്കും വടക്കൊക്കെ നമുക്ക് ആദ്യം അറിയണമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് പ്ലസ് വരച്ച് വെക്കുക. ഇത് നമ്മുടെ നോർത്ത്, ഇത് സൗത്ത്, ഇത് നമ്മുടെ ഈസ്റ്റ്, ഇത് നമ്മുടെ വെസ്റ്റ്. ഓക്കെ, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ, ഇതാണ് അയാളുടെ വീട്. ഓക്കെ ആണല്ലോ. ഇത് അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണേ. 12 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു. ഇവിടെ എത്തിയ അയാൾ 12 കിലോമീറ്റർ ആണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 കിലോമീറ്റർ കിഴക്കോട്ട്, 7 കിലോമീറ്റർ അയാൾ കിഴക്കോട്ട് പോയി. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, വലത് ഇടതെന്ന് പറയുമ്പോൾ വലതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സൂചി എങ്ങോട്ടേക്കായിരിക്കും നോർമലി നമ്മുടെ ക്ലോക്ക് മൂവ് ചെയ്യുന്നത്? താഴോട്ടല്ലേ. അപ്പൊ അതാണ് എപ്പോഴും വലതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വലതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് എന്താ പറയേണ്ടത്? 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? വീണ്ടും വലത്തോട്ട് 7 കിലോമീറ്റർ. വലതെന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് ഇങ്ങോട്ടേക്കാണ് തിരിയുന്നത് അല്ലെ. ഈ സൂചി ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക്, അതായത് 7 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൂരം ഇവിടം വരെ 12 ആണ്. ഇവിടെ നിന്ന് എത്രയാണ്? 4 കിലോമീറ്റർ ആണ് ഇവിടം വരെയുള്ളത്. ടോട്ടൽ എത്രയെന്ന് ചോദിച്ചാൽ 12 + 4 16 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ആൻസർ നോക്കിക്കേ. 16 തെക്കുമുണ്ട്, 16 വടക്കുമുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഇതല്ലേ നമ്മുടെ വീട്. വീട് നോക്കുമ്പോൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? തെക്ക് വശത്താണ്. സോ 16 കിലോമീറ്റർ തെക്കാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഓക്കെ, ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. എയും ഡിയും തമ്മിൽ നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും. ഇ എന്ന് പറയുന്ന ആള് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോ ഇങ്ങനെയാണ് വരേണ്ടത്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതൽ. ഇവർ തമ്മിലുള്ള അങ്ങോട്ടാണോ ഇപ്പുറത്താണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇ എന്ന് പറയുന്ന ആൾ എന്ത് വേണം? സി എവിടെയാണോ നിൽക്കുന്നത് അതിനു മുമ്പ് വേണം ഇ എന്ന് പറയുന്ന ആള്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയല്ലേ വേണ്ട? ബിയേക്കാൾ കുറവാണ്, സിയേക്കാൾ കൂടുതലാണ്. ഏറ്റവും ഭാരം കൂടുതൽ ഡിക്കാണ്. അപ്പൊ ഏറ്റവും അറ്റത്ത് വരേണ്ട ആള് ഡി തന്നെയാണ്. എങ്കിൽ ഏറ്റവും ഭാരം കുറവ് ആർക്കായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്? ആർക്കായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ. സിക്കാണ് ഏറ്റവും ഭാരം കുറവെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ABC = 6, BCD = 9 ആണെങ്കിൽ CDE എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ABC 6 ആണ്. ABC എന്ന് പറയുന്നത് 6 ആണ്. BCD എന്ന് പറയുന്നത് 9 ആണ്. CDE എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എന്തായിരിക്കും അവിടെ വരേണ്ട ലോജിക് എന്ന് പറയുന്നത്? നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണല്ലോ. ബി 2 ആണ്, സി 3 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? 1 + 2 + 3 ആണ്. ഇവിടെ എത്രയാണ്? 2 + 3 + 4 ആണ്. 4 3 7, 7 2 9. ഇതാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്ത് വേണം? 3 + 4 + 5 ആണ്. 5 4 9, 9 3 12. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇതുവരെയും നമ്മളിപ്പോ 20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് മാത്സിൽ നമ്മൾ ഏകദേശം 400ഓളം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്